ദീപക് ജോയിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹത്തെക്കാൾ കൂടുതൽ 8400ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും തൃപ്പൂണിത്തുറയിൽ എനിക്കൊരവസരം ലഭിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നേരിടുന്ന ഈ ജനകീയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം അങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ വേരോട്ടമുള്ള പ്രസ്ഥാനമല്ല. അപ്പോൾ അഞ്ജലി നായരെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് അവർ അവതരിപ്പിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14.5 മീറ്റർ വീതിയിലാണ് ആ റോഡ് വരുന്നത്. അതുപോലെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, കേരളത്തിലെ 17ഓളം വരുന്ന മൈനർ പോർട്ടുകളുടെ വികസനം, വിമാനത്താവളങ്ങളുടെ വികസനം, കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായത് ഈ ഭരണത്തിൻ്റെ കീഴിലാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ആ ഒരു സമയത്ത് തൃപ്പൂണിത്തുറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളൊക്കെ ഇന്ന് ജനങ്ങൾ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അംഗമായി 2 വർഷക്കാലം പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി. ക്ഷേത്രങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിലെല്ലാം നേതൃത്വപരമായൊരു പങ്കുവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ. വിശ്വാസികളുടെ താല്പര്യത്തെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഒക്കെ തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതെല്ലാം ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കൂടി പിന്തുണയോടുകൂടി തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃപ്പൂണിത്തുറയുടെ വികസന നായകനാകാൻ പോകുന്ന നമ്മുടെ സ്വന്തം ശ്രീ KN ഉണ്ണികൃഷ്ണനാണ്. സർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, തൃപ്പൂണിത്തുറയിലേക്ക് സ്വാഗതം. ഞാനൊരു തൃപ്പൂണിത്തുറക്കാരിയാണ്. അപ്പോൾ പ്രചരണ പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്ന് നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട്? തൃപ്പൂണിത്തുറ സ്വദേശിയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആദ്യമേ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയാ പോകുന്നു പ്രചരണ പരിപാടികളൊക്കെ? പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല ഉഷാറായിട്ട് നീങ്ങുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്നാണ്. ബഹുമാന്യനായ കേരളത്തിൻ്റെ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവർകളാണ് എൻ്റെ പ്രചരണം ഇന്ന് പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. 26-ാം തീയതി ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അത് 26-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുനിസിപ്പൽ ഓഫീസിന് സമീപമുള്ള ഒരു മൈതാനത്താണ് സമ്മേളനത്തിന് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്തുള്ള പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളൊക്കെ ആണല്ലോ. അതിന് പോസ്റ്ററുകളെല്ലാം മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ആദ്യമേ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബോർഡുകൾ ആവശ്യത്തിന് വന്നിട്ടുണ്ട്. പരമാവധി ചെലവ് ചുരുക്കിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പിന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതലും ജനസമ്പർക്ക പരിപാടികളാണ്. മണ്ഡലത്തിലൊരു 2 റൗണ്ട് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കാണുന്നൊരു പ്രവൃത്തി ഞാൻ നടത്തുകയുണ്ടായി. പിന്നെ കണ്ണമാലി നേർച്ച സദ്യയുടെ ഭാഗമായിട്ടുള്ള മണ്ഡലത്തിലെ വിവിധ ആരാധനാലയങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഞാൻ സന്ദർശനം നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഉത്സവം, അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ് പുളകം കൊണ്ടൊരു സ്ഥലമാണ് പള്ളുരുത്തി ശ്രീ ഭവാനീശ്വരി ക്ഷേത്രം, അതുപോലെ നെട്ടൂരുള്ള ക്ഷേത്രം, വിവിധ മോസ്കുകൾ, പ്രത്യേകിച്ച് ഈ ചെറിയ പെരുന്നാളിൻ്റെ സന്ദർഭത്തിലുള്ള ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിനകം മണ്ഡലത്തിലെ ആയിരക്കണക്കിന് ആളുകളുമായി എനിക്ക് നേരിട്ട് ഇടപഴകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മണ്ഡലത്തിലെ പ്രചരണം ആ നിലയിൽ കേന്ദ്രീകരിച്ച പ്രചരണം ഒരു ഘട്ടം കഴിഞ്ഞു. താഴെ ബൂത്തുകളിലും വിവിധ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളും മറ്റു ചില പ്രചരണ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾക്കാണെങ്കിലും ഉള്ളിലൊരു സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊക്കെ ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ഉണ്ടാവും, എന്തുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ LDF വരണം എന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാം.
തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ട് LDF വരണമെന്നുള്ളത് തൃപ്പൂണിത്തുറക്കാരുടെ മാത്രം ആവശ്യമല്ല. കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരണം എന്നാണ് പൊതുവിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തൃപ്പൂണിത്തുറക്കാരും അതിൻ്റെ ഭാഗമായി പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. തൃപ്പൂണിത്തുറക്കാരുടെ ചിന്ത രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ സർക്കാർ വരണമെന്നുള്ള പൊതുവായ അഭിപ്രായത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം തൃപ്പൂണിത്തുറ മണ്ഡലം വലിയ വികസന മുരടിപ്പ് നേരിട്ട ഒരു കാലമാണ്. തൃപ്പൂണിത്തുറയുടെ സമഗ്രമായ വികസനം ശ്രീ TK രാമകൃഷ്ണനും ശ്രീ വിശ്വനാഥ മേനോനും ശ്രീ സ്വരാജ് MLA യും ഒക്കെ ആയിരിക്കുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ കാലവുമായിട്ടാണ് ജനങ്ങൾ താരതമ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ 5 കൊല്ലക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കോടിക്കണക്കിന് രൂപ വിവിധ മേഖലകളിൽ ചെലവഴിച്ചപ്പോൾ, ജനങ്ങളെ ചേർത്ത് നിർത്തിയപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ചും അല്ലെങ്കിൽ അധികാരികളുടെ മുമ്പാകെ നിവേദനങ്ങളായി സമർപ്പിച്ചുമെല്ലാം പ്രപ്പോസലുകളൊക്കെ നൽകി ജനങ്ങൾക്ക്, ഗുണഭോക്താക്കൾക്ക് അത് ലഭ്യമാക്കുന്ന കാര്യത്തിൽ അവിടുത്തെ ജനപ്രതിനിധി പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ അവരൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. അങ്ങനെ ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആഗ്രഹം, അഭിലാഷം, അത് തീർച്ചയായും എന്നിലൂടെ നിർവഹിക്കാൻ കഴിയുമെന്നാണ് അവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ ഞാൻ വിജയിച്ചു വരുമെന്നാണ് എൻ്റെയും പ്രതീക്ഷയും പ്രത്യാശയും. ഈ M സ്വരാജ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പദ്ധതികൾക്ക് തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള വലതുപക്ഷ MLA അതിനൊക്കെ ഒരു മുഖം തിരിച്ചിട്ടുള്ളൊരു പ്രവണതയാണ് നമ്മളൊക്കെ കണ്ടുവരുന്നത്. ഈ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു? അതിനുള്ളൊരു തുടർ നടപടി എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിൽ? തീർച്ചയായും M സ്വരാജ് ആഗ്രഹിച്ചതും കൊണ്ടുവന്നതുമായിട്ടുള്ള പല പദ്ധതികളും അതിനൊരു തുടർച്ചയൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. M സ്വരാജ് മാത്രമല്ല, ദിനേശ് മണിയുടെ കാലത്തുള്ള വിഭാവനം ചെയ്യപ്പെട്ട പല പദ്ധതികൾ പോലും അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കാനായി ഈ 5 വർഷക്കാലത്ത് കഴിഞ്ഞിട്ടില്ല. ഉദാഹരണം, എടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം, അതുപോലെ പള്ളുരുത്തിയിലുള്ള കളിസ്ഥലം ആധുനിക രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്ന കാര്യം, തോപ്പുംപടി മുതൽ എടക്കൊച്ചി വരെയുള്ള റോഡിൻ്റെ വികസനം, തോപ്പുംപടി മുതൽ എടക്കൊച്ചി വരെയുള്ള റോഡിന് സമാന്തരമായിട്ടുള്ള സമാന്തര റോഡിൻ്റെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ വൈറ്റിലയിൽ നിന്നും കണിയാമ്പുഴ വഴി എരൂർക്കുള്ള റോഡ്, അതിനെല്ലാം വിഭാവനം ചെയ്യപ്പെട്ട റോഡിന് അതിന് ഫയലുകളും മറ്റുമൊക്കെ ഉള്ളതാണ്. അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിനോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതുപോലെ തൃപ്പൂണിത്തുറയിൽ നിന്നും പൂത്തോട്ട വരെ റോഡ്, നിലവിലുള്ള റോഡ് 4 വരിപ്പാതയാക്കണമെന്നുള്ള ആഗ്രഹവും ഒക്കെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ചില പ്രപ്പോസലുകളെല്ലാം M സ്വരാജ് മുന്നോട്ട് വെച്ചതാണ്. അതൊന്നും ഇവിടെ നടപ്പാക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ ഉയർന്നു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വളന്തകാടെന്ന് പറയുന്ന പ്രദേശത്ത് പോവുകയുണ്ട്. വളന്തകാടെന്ന് പറയുന്ന പ്രദേശം നമ്മുടെ നഗരവുമായി അല്ലെങ്കിൽ പ്രധാന കേന്ദ്രങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്നൊരു ദ്വീപാണ്. ആ ദ്വീപിൽ അവിടുത്തെ ജനങ്ങൾ അവിടെ ജനിക്കാനും മരിക്കാനും മാത്രം സ്വാതന്ത്ര്യമുള്ളൊരു ജനതയായി ഇപ്പോഴും തുടരുകയാണ്. അവിടെ ഒരു പാലം ഉണ്ടായിരുന്നില്ല. പാലം പണി, ആകാശത്ത് പാലം നിൽക്കുകയാണ്. അതിന് അപ്രോച്ച് റോഡും ഇറങ്ങാനും കയറാനും നിവൃത്തിയില്ലാത്ത തരത്തിൽ ഉള്ളിലേക്കുള്ളൊരു സ്ഥലം, ആകാശത്ത് നിൽക്കുന്ന ഒരു പാലമാണ് ഞാൻ കണ്ടത്. ആശുപത്രിയിൽ ഒരാളെ വഞ്ചിക്ക് വേണം കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ അസുഖം കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്താൻ കഴിയാതെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടെന്ന് നാട്ടുകാർ എന്നോട് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള സങ്കടങ്ങൾ. അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് പ്രധാനമായും കക്കവാരിയും അതുപോലെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടാണ്. ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളുള്ള വളരെ മനോഹരമായ, ചുറ്റും കണ്ടൽക്കാടുകളും വളരെ സ്വച്ഛമായിട്ടുള്ള ശാന്തതയുള്ള ഒരു അന്തരീക്ഷവുമാണ് അവിടെ നിലനിൽക്കുന്നത്. ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ളതാണ്. ടൂറിസം വികസനത്തിന് വേണ്ടി 1 കോടി രൂപയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് അവിടെ പണിത് അവിടെ നങ്കൂരമിട്ടിട്ടുണ്ട്. അത് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ മത്സ്യവിഭവങ്ങളുടെ രുചിഭേദങ്ങൾ
വരുന്ന സഞ്ചാരികൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ പരിശീലനവും നൽകിയതാണ്. പക്ഷേ ഇന്നേ വരെ DTPCയുടെ നേതൃത്വത്തിലുള്ള അത് പൂർണ്ണതയിലെത്തിക്കാൻ ആ പ്രോജക്റ്റ് ആരംഭിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ മണ്ഡലം നേരിടുന്നുണ്ട്. തൃപ്പൂണിത്തുറ ഭാഗത്താണെങ്കിൽ ആധുനികമായിട്ടുള്ള കളിസ്ഥലങ്ങളുണ്ട്, പക്ഷേ ആധുനികമായ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള കളിസ്ഥലങ്ങളൊന്നും രൂപപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. തൃപ്പൂണിത്തുറയിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷൻ കുറച്ചും കൂടി ആധുനികവൽക്കരിക്കാനും കൂടുതൽ തീവണ്ടികൾ അവിടെ വന്നു പോകുന്നതിനും എല്ലാമുള്ള സൗകര്യങ്ങൾ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒട്ടേറെ തൃപ്പൂണിത്തുറ മണ്ഡലം നേരിടുന്ന ജനകീയ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും അതിനെല്ലാം പരിഹാരം കാണേണ്ടതാണ്. എനിക്കൊരവസരം ലഭിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ ജനങ്ങൾ നേരിടുന്ന ഈ ജനകീയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഈ വളന്തകാട് ആരും തന്നെ ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, എനിക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം. അപ്പോൾ അവിടെ ഇത്തരം ഒരു മുഖംതിരിപ്പ് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? അവിടുത്തെ ജനങ്ങളെ ഇത്രയേറെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു? അല്ല, ദ്വീപ് എന്ന നിലയിൽ തന്നെ ഒറ്റപ്പെട്ടൊരു പ്രദേശമാണ്. സ്വാഭാവികമായും നിലവിലുണ്ടായിരുന്ന ജനപ്രതിനിധിക്ക് അങ്ങോട്ട് പോകുന്നതിനൊക്കെയുള്ള അസൗകര്യങ്ങളുള്ളതുകൊണ്ടും ഒക്കെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണത്. അവിടെയൊക്കെയാണല്ലോ ശ്രദ്ധ പതിയേണ്ടത്, വികസനം എത്തേണ്ടത് അവിടെയൊക്കെയാണല്ലോ. അത് മനസ്സിരുത്തി ചെയ്യേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ ഒരു പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. വൈപ്പിനിൽ അങ്ങക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ദീപക് ജോയിയാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ദീപക് ജോയിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 2021 വൈപ്പിനിൽ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ എതിരാളിയായിരുന്നു ശ്രീ ദീപക് ജോയ്. ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി നല്ല ബന്ധമാണ്, നല്ല സൗഹൃദം തന്നെയാണ് നിലനിൽക്കുന്നത്. രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും ആ വ്യക്തിബന്ധങ്ങളെല്ലാം ഞാൻ കാത്തു സൂക്ഷിക്കാറുണ്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ 8400ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും തൃപ്പൂണിത്തുറയിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനനുസരിച്ചുള്ള അനുകൂലമായിട്ടുള്ള ഒട്ടേറെ സാഹചര്യങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അവിടെ മത്സരിക്കുന്നത് അഞ്ജലി നായർ കൂടി അവിടെ മത്സരിക്കുന്നുണ്ട്. ഈ സെലിബ്രിറ്റീസിനെ കൊണ്ട് നിർത്തുന്ന ആ ഒരു പ്രവണത, അതിനെക്കുറിച്ച് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? സെലിബ്രിറ്റീസ് മത്സരരംഗത്തേക്ക് വരുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവതരിപ്പിക്കപ്പെടുന്ന പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ വർഗ ബഹുജന സംഘടനകളുടെ ക്ലാസ് ആൻഡ് മാസ് ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളെല്ലാം നമ്മൾ അവതരിപ്പിക്കും. ട്രേഡ് യൂണിയൻ രംഗത്തു നിന്നും, മഹിളാ രംഗത്തു നിന്നും, യുവജന രംഗത്തു നിന്നും, വിദ്യാർത്ഥി രംഗത്തു നിന്നും എല്ലാമുള്ള നല്ല കഴിവുറ്റ പ്രവർത്തകരെ അവതരിപ്പിക്കാറുണ്ട്. അതിന് കലാകാരന്മാരെയും ചെയ്യാറുണ്ട്, വ്യാപാരി വ്യവസായി സമൂഹത്തിൽ നിന്നും. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളായിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഉള്ള ആളുകളെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ കലാകാരന്മാർ മത്സരരംഗത്തേക്ക് വരുന്നതൊരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. അഞ്ജലി നായർ ഒരു ആർട്ടിസ്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ 2020യുടെ പ്രതിനിധിയാണ്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ മുന്നണിയിലാണിപ്പോൾ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം അങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ വേരോട്ടമുള്ള പ്രസ്ഥാനമല്ല. അപ്പോൾ അഞ്ജലി നായരെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് അവർ അവതരിപ്പിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. മണ്ഡലവുമായിട്ട് അങ്ങനെ അത്രമാത്രം ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല BJP അണികളിലെല്ലാം അവരുടെ സ്ഥാനാർത്ഥിത്വം വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുവാണ്. കാരണം BJPക്കാരെ സംബന്ധിച്ചിടത്തോളം, കടുത്ത BJPക്കാരെ സംബന്ധിച്ച് അവരുടെ താമര ചിഹ്നം ഇല്ലെന്നുള്ള ദുഃഖവും പ്രയാസങ്ങളും അവരെ നന്നായി അലട്ടുന്നുണ്ട്. ഇപ്പോൾ 30 വർഷം നീണ്ടു നിന്നിട്ടുള്ള ഒരു എന്താ പറയുക രാഷ്ട്രീയ ഒരു
പാരമ്പര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ ബാബുവിനുള്ളത്. അത് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് കെ ബാബുവിൻ്റെ ഒരു കുത്തകയായിരുന്നു. അതിനുശേഷം എം സ്വരാജ് അത് വെട്ടിപ്പിടിക്കുകയുണ്ടായി. ഇപ്പോൾ അങ്ങ് അവിടെ മത്സരിക്കാനായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് LDF തന്നെ കിട്ടും എന്നുള്ളതിന് ഒരു എന്തുമാത്രം വിശ്വാസ്യതയുണ്ട്? ബാബു ദീർഘകാലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ ബാബു മാത്രമല്ല, അത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ട തന്നെയാണ്. പിന്നെ തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവും മാത്രമല്ലല്ലോ ഒരു പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ആ മണ്ഡലത്തിൽ ശ്രീ ടി കെ രാമകൃഷ്ണൻ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്നുള്ള മന്ത്രിയായിരുന്നു. ശ്രീ വിശ്വനാഥ മേനോൻ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. ശ്രീ സ്വരാജ് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പഴയ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പള്ളുരുത്തി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ തൃപ്പൂണിത്തുറയുടെ ഭാഗമായി നിൽക്കുന്ന നമ്മുടെ മരട് മുനിസിപ്പാലിറ്റിയും പള്ളുരുത്തിയിലെ കോർപ്പറേഷൻ ഡിവിഷനുകളൊക്കെ അടങ്ങുന്ന പ്രദേശത്ത് ശ്രീ ദിനേശ് മണി പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ബാബുവിന് മാത്രം അവകാശപ്പെട്ട ഒരു മണ്ഡലമല്ല. ബാബു വന്നതിന് ശേഷം അദ്ദേഹം പരാജയപ്പെട്ടല്ലോ. സ്വരാജ് ഒരു തവണ അദ്ദേഹത്തെ തോൽപ്പിച്ചല്ലോ. സ്വരാജ് തോക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കുത്തകയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളും ഒക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ MLAയുടെ പെർഫോമൻസ് വളരെ മോശമാണ്. UDF രാഷ്ട്രീയം ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. LDFൻ്റെ വികസന പദ്ധതികളും എല്ലാം ക്ഷേമ പദ്ധതികളെല്ലാം ജനങ്ങളിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ BJPക്കും UDFനും എല്ലാം വോട്ട് ചെയ്യുന്ന അണികൾക്കുൾപ്പെടെ അവരാരും മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നൽകുന്ന ഒരുപാട് ക്ഷേമാനുകൂല്യങ്ങൾ, അത് സാമൂഹ്യക്ഷേമ പെൻഷനാകട്ടെ, സ്ത്രീ സുരക്ഷാ പദ്ധതിയാകട്ടെ, 10-17ഓളം വരുന്ന തൊഴിലാളികളുടെ ക്ഷേമനിധികളുമായി ബന്ധപ്പെട്ട ക്ഷേമാനുകൂല്യങ്ങളാകട്ടെ, അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾക്ക് നമ്മൾ നൽകുന്ന കണക്റ്റീവ് വർക്ക് പ്രോജ്വല എന്ന് പറയുന്ന 1000 രൂപ വെച്ചിട്ടുള്ള സഹായ പദ്ധതികളാകട്ടെ, ഇതെല്ലാം കൈപ്പറ്റുന്ന ആളുകളല്ലേ അവർ. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് നൽകുന്നതിലൊന്നും ഒരു പക്ഷാഭേദം കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാ മുന്നണിയിലും എല്ലാ പാർട്ടികളിലും ഒരു പാർട്ടി ഇല്ലാത്ത ആളുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ നിലയിലെല്ലാം ഒരു മാറ്റം സ്വാഭാവികമായിട്ടും തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ അലയൊലികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് UDF നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും ഒക്കെ പറഞ്ഞു വരുത്തുന്നത്. അപ്പോൾ ഇത് അങ്ങയുടെ വിജയത്തിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? UDFൻ്റെ ആ പ്രചരണം ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. ഭരണവിരുദ്ധമായ ഒരു വികാരവും കേരളത്തിൽ നിലനിൽക്കുന്നില്ല. കാരണം കേരളത്തിൽ ഒരു മൂന്നാം ഭരണം, വീണ്ടും LDFൻ്റെ ഭരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ അത്രമാത്രം വികസന പ്രവർത്തനങ്ങളല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നൽകിയിട്ടുള്ളത്. 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ വലിയ തോതിൽ നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. കേന്ദ്ര സർക്കാരിൻ്റെ വേണ്ടത്ര സാമ്പത്തിക സഹായം നമുക്ക് ലഭിക്കില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വികസന പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചത്. നമ്മുടെ ബജറ്റിൽ അതിനാവശ്യമായ തുക കണ്ടെത്താൻ പൂർണ്ണമായും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കിഫ്ബി എന്ന് പറയുന്ന ഏജൻസിയെ നമ്മൾ പുനരുജ്ജീവിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി ഏറ്റെടുത്ത് നടപ്പാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ ഇന്നിപ്പോൾ 1,17,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ നാനാ മേഖലകളിൽ നടന്നു. ആ വികസന പദ്ധതികളുടെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മുടെ നാഷണൽ ഹൈവേ 66ൻ്റെ വികസനം. 6,000 കോടി രൂപയാണ് സ്ഥലമെടുപ്പിന് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും നല്ല രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടെ നിശ്ചയദാർഢ്യത്തോടെ ആ പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 വരി പാതയാണ്. അതുപോലെ നമ്മുടെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ കിഫ്ബി പ്രോജക്റ്റ് തന്നെയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14.5 മീറ്റർ വീതിയിലാണ് ആ റോഡ് വരുന്നത്. അതുപോലെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, കേരളത്തിലെ 17ഓളം വരുന്ന മൈനർ പോർട്ടുകളുടെ വികസനം, വിമാനത്താവളങ്ങളുടെ വികസനം. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായത് ഈ ഭരണത്തിൻ്റെ കീഴിലാണ്.
അതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ ഇപ്പോൾ നടന്നു വരികയാണ്. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുന്നതിൽ ഗവൺമെൻറ് നന്നായി മുന്നോട്ട് പോയിരിക്കുകയാണ്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, നമ്മുടെ ടൂറിസം മേഖലകളിൽ, അതുപോലെ നമ്മുടെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയത്തക്ക തരത്തിൽ വ്യവസായ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്ന മേഖലകളിൽ എല്ലാം ഒത്തിരി കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ഭരണമാണ് 10 കൊല്ലക്കാലം, പ്രത്യേകിച്ച് ഈ പിന്നിട്ട 5 കൊല്ലക്കാലം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള സ്വീകാര്യതയാണുള്ളത്, വലിയ തോതിലുള്ള സ്വീകാര്യത. അതുകൊണ്ടൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് പ്രചരിപ്പിക്കാൻ UDF പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാർഡാണത്. അത് ജനങ്ങൾക്കിടയിൽ ഏശാൻ യാതൊരു സാധ്യതയുമില്ല. അത് ഒരിക്കലും വിജയത്തിനെ ബാധിക്കില്ല. ഇല്ല, വിജയത്തിനെ ബാധിക്കില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ആ ഒരു സമയത്ത് തൃപ്പൂണിത്തുറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളൊക്കെ ഇന്ന് ജനങ്ങൾ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അംഗമായി 2 വർഷക്കാലം പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഹൈന്ദവ മതവിശ്വാസികൾക്കിടയിൽ പ്രവർത്തിക്കാനും അവരുടെ ആരാധന സ്വാതന്ത്ര്യവും എല്ലാം സംരക്ഷിക്കാനും ക്ഷേത്രങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിലെല്ലാം നേതൃത്വപരമായൊരു പങ്കുവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ. അതിൻ്റെ ഭാഗമായി അന്നത്തെ കാലത്ത് ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് ശ്രീ പൂർണ്ണത്ര ഈശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം. ആ വൃശ്ചികോത്സവം ചരിത്രത്തിലാദ്യമായി അത് ഡോക്യുമെൻ്റൈസ് ചെയ്തത് ഞങ്ങളുടെ കാലത്താണ്. ഒരു നാടിൻ്റെ ഉത്സവമാണ്, ഒരു നാടിൻ്റെ ഉത്സവമാണ്. ആ വൃശ്ചികോത്സവത്തിന് ശേഷമാണ് കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾ ആരംഭിക്കുന്നത്. അതോടുകൂടിയാണ് ഉത്സവങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ അതൊരു മതനിരപേക്ഷമായൊരു ഉള്ളടക്കം നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പരമ്പരാഗതമായി തന്നെയുണ്ട്. ഇപ്പോൾ പൂർണ്ണത്ര ഈശൻ്റെ 48 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രാചാരങ്ങളും കർമ്മങ്ങളും എല്ലാം ഞങ്ങളന്ന് ഡോക്യുമെൻ്റൈസ് ചെയ്തു. അതെനിക്കൊരു വലിയ അനുഭവമാണ്. അതുകൂടാതെ അന്ന് ഞങ്ങൾ ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരുപാട് ഭൂമികൾ. ചിലത് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്, ചിലർ കയ്യേറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തിരിച്ചു പിടിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ട്. അതിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ബാക്കി ക്ഷേത്രാവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി കിടക്കുന്ന ഭൂമികളെല്ലാം ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കാൻ കഴിയത്തക്ക തരത്തിൽ അത് പച്ചക്കറികളാണെങ്കിലും പുഷ്പങ്ങളാണെങ്കിലും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രഭൂമികൾ വിനിയോഗിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കുകയുണ്ടായി. കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളിൽ അങ്ങനൊരു പദ്ധതി ഏറ്റവും ആദ്യമായി തീരുമാനിക്കപ്പെടുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ തന്നെയാണ്. അപ്പോൾ ആ ക്ഷേത്രഭൂമികളെല്ലാം ഹരിതാഭമാക്കുന്നതിനും അത് ഉപയോഗപ്രദമാക്കുന്നതിനും വേണ്ടി ഞങ്ങൾ നടത്തിയ പദ്ധതിയാണ് ഹരിതക്ഷേത്രം പദ്ധതി. കേരളത്തിൻ്റെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ 3-4 ജില്ലകളിലായിട്ടുള്ള ക്ഷേത്രഭൂമികൾ അതിനുവേണ്ടി വിനിയോഗിച്ചതൊരു പ്രത്യേകമായിട്ടുള്ള അനുഭവമാണ്. മറ്റൊന്ന്, എല്ലാ സ്ഥലങ്ങളിലും സമയാസമയം ക്ഷേത്ര ഉപദേശക സമിതികൾ തർക്കങ്ങളില്ലാതെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടവരായിട്ടാണ് അവരെല്ലാം കണ്ടിട്ടുള്ളത്. അതൊരു വലിയ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്താനും ഒരുപാട് സൗഹൃദങ്ങൾ അതുവഴി സൃഷ്ടിക്കാനുമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ തന്നെ ഏതാണ്ട് 20ഓളം വരുന്ന ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും സൃഷ്ടിക്കാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരത്തിൻ്റെ കാലയളവിൽ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പണിപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളത്. പിന്നെ തീർച്ചയായും അതെല്ലാം ആ ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം നിലനിൽക്കുന്നുണ്ട്.
ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള ആളുകളൊക്കെ പൊതുവെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ എതിരാണെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ അങ്ങയുടെ കുടുംബവും അങ്ങയും അങ്ങനെ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്താ പറയുക, അമ്പലങ്ങളിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പൊതുവെ അങ്ങനെയാണോ ഇടതുപക്ഷത്തുള്ള ആൾക്കാർ? തെറ്റായൊരു പ്രചരണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണല്ലോ. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും വിശ്വാസികളാണ്. നമ്മുടെ നാട്ടിലെ മതങ്ങളും സമുദായങ്ങളും അതെല്ലാം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്. ഉദാഹരണം, ശബരിമല നമ്മുടെ മെക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. നമ്മുടെ സർക്കാരിന് ദേവസ്വം ബോർഡിൻ്റെ ഒരു ചില്ലിക്കാശ് പോലും സർക്കാർ എടുക്കുന്നില്ല. ഈ ദേവസ്വം ബോർഡുകളെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണാധികാര സ്ഥാപനങ്ങളാണ്. പക്ഷേ അതിൻ്റെ വരുമാനവും കാര്യങ്ങളുമെല്ലാം അതാത് ദേവസ്വം ബോർഡുകളും അവരുടെ ക്ഷേത്രങ്ങൾക്കുമൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ ശബരിമലയുടെ വികസനം എടുത്തു നോക്കൂ. കോടിക്കണക്കിന് രൂപയാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിനാണെങ്കിലും ഇപ്പോൾ ഇനി ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് എത്തിച്ചേരാനായിട്ടുള്ള വിമാനത്താവളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഏത് ക്ഷേത്രങ്ങൾ മാത്രമല്ല, മുസ്ലിം ആരാധനാലയങ്ങളാണെങ്കിലും ക്രൈസ്തവ ആരാധനാലയങ്ങളാണെങ്കിലും നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ആരാധന സ്വാതന്ത്ര്യവും വിശ്വാസവും എല്ലാം സംരക്ഷിക്കാൻ എല്ലാ ആളുകൾക്കും അധികാരവും അവകാശവുമുണ്ട്. അപ്പോൾ അത് കവർന്നെടുക്കാനുള്ള എല്ലാ നീക്കത്തിനും ഇടതുപക്ഷം എതിരാണ്. വിശ്വാസികളുടെ താല്പര്യത്തെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഒക്കെ തന്നെയാണ്. ഈ വിശ്വാസികളൊക്കെ തന്നെയാണല്ലോ ഞങ്ങളെ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതെല്ലാം ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കൂടി പിന്തുണയോടുകൂടി തന്നെയാണ്. കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടും കൂടി ചോദിക്കുകയാണ്. അങ്ങയുടെ വൈപ്പിൻ തെരഞ്ഞെടുപ്പ് ആ ഒരു സമയത്ത് അങ്ങയുടെ ഭാര്യ സജീവ സാന്നിധ്യം ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഇപ്പോൾ കുടുംബത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഭാര്യ ഇപ്പം ഇവിടെ സ്ഥലത്തില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. അതിലെൻ്റെ ഇളയ മകൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. മകൾ പ്രസവത്തിന് ശേഷം ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് അവിടെ ദുബായിലാണ്. അപ്പോൾ അതിൻ്റെ സംരക്ഷണമൊക്കെയായി ബന്ധപ്പെട്ട് ഭാര്യ ദുബായിലാണ്. അടുത്ത ദിവസങ്ങളിലാണ് ഭാര്യ എത്തുള്ളൂ. 2021 തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒപ്പം തോളോട് തോൾ നിന്ന് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് കൂടെ ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക തരത്തിലുള്ള സന്തോഷമാണ്. കാരണം പാർട്ടി പ്രവർത്തകരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ അല്ലാതെ വീട്ടിൽ നിന്ന് സ്വന്തം ഭാര്യ തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഭാര്യ മാത്രമല്ല, നമ്മുടെ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും എല്ലാം പ്രവർത്തിക്കുന്നതെല്ലാം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഭാര്യയാണെന്നുള്ളതുകൊണ്ട് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഒന്നുമില്ല. ഇപ്പോൾ വൈപ്പിനിൽ കണ്ട ജനകീയ പ്രവർത്തനങ്ങൾ തൃപ്പൂണിത്തുറയിലും തുടരുമോ? തീർച്ചയായും. വൈപ്പിനിൽ 5 വർഷക്കാലം നടന്ന വികസന പ്രവർത്തനങ്ങൾ വലിയ മുന്നേറ്റവും ജനപ്രീതിയുമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വൈപ്പിൻ പൂർണ്ണമായിട്ടും ദ്വീപ സമൂഹമാണ്. 600-ലേറെ വരുന്ന ദ്വീപുകൾ അടങ്ങുന്ന ഒന്നാണ്. അത്രമാത്രം ദ്വീപുകളും മറ്റും തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഇല്ലെങ്കിലും കായലോരവും ഒക്കെ ഉള്ള ഒരു വളരെ പ്രകൃതി മനോഹരമായ സ്ഥലം തന്നെയാണല്ലോ. അപ്പോൾ വൈപ്പിനിൽ പരീക്ഷിച്ച പല കാര്യങ്ങളും നമുക്കവിടെ നടപ്പാക്കാൻ കഴിയും. ആ വികസന മോഡൽ അവിടെ നടപ്പാക്കാൻ കഴിയും. ഉദാഹരണം, റോഡുകളും പാലങ്ങളും. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, റോഡുകളും പാലങ്ങളും എല്ലാം നിർമ്മിക്കുന്നതിന്, സഞ്ചാരയോഗ്യമാക്കുന്നതിനൊക്കെ ഉള്ള സർക്കാരിൻ്റെ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പൂർണ്ണമായും നമുക്കവിടെ ഉപയോഗിക്കാൻ കഴിയും. വിവിധ വകുപ്പുകളുടെ തന്നെ സഹായത്തോടു കൂടി തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും അതുപോലെ പാലം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ദ്വീപിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, വളന്തകാട് ദ്വീപ്, നമ്മുടെ ചമ്പക്കരയിൽ നിന്നും കുന്നറയ്ക്കുള്ള പാലം, അതുപോലെ നെട്ടൂർ പാലത്തിൻ്റെ വികസനം തുടങ്ങിയ പാലങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ കുമ്പളത്ത് നിന്നും തേവരയ്ക്കുള്ള പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട്.
അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ പാലങ്ങളും റോഡുകളുടെ കാര്യത്തിൽ വൈപ്പിനിൽ സ്വീകരിച്ച മാതൃകകൾ പലതും നമുക്കവിടെ നടപ്പാക്കാൻ കഴിയും. പിന്നെ വിദ്യാഭ്യാസ രംഗമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായ ലൈബ്രറികൾ, ഗണിത ലാബുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ ഇതെല്ലാം എല്ലാ സ്കൂളുകളിലും നമുക്ക് കൊടുക്കാൻ കഴിയും. അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ മിക്കവാറും എല്ലാ MLA-മാരും നിർവഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം ഞാൻ അവിടെ സ്വീകരിച്ചത് വൈപ്പിൻകരയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൂർണ്ണമായും ഈ ലൈബ്രറി സ്ഥാപിക്കാനായിട്ടൊരു നിലപാട് സ്വീകരിച്ചു. അത് 12-13 ലക്ഷം രൂപ വരും ഒരു യൂണിറ്റിന്. അങ്ങനെ 2-2.5 കോടി രൂപ മുടക്കി സമ്പൂർണ്ണമായും ഈ ലൈബ്രറികൾ സ്ഥാപിക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതൽ തന്നെ IAS എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, IPS, MBBS, IRS ഇങ്ങനെ എല്ലാമുള്ള കോഴ്സുകളിലൊക്കെ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു 8ാം തരം മുതൽ തന്നെ ലോകത്തുള്ള എല്ലാ അറിവുകളും എല്ലാ വിഭവങ്ങളും ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ. അത് തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ മാതൃക തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ തീർച്ചയായിട്ടും നടപ്പാക്കും. 2000-ഓളം വരുന്ന പുസ്തകങ്ങൾ അടക്കം ചെയ്ത പദ്ധതിയായിരുന്നു ഞാൻ വൈപ്പിനിൽ നടപ്പാക്കിയത്. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ എനിക്കൊരു അവസരം ലഭിച്ചാൽ ഈ ലൈബ്രറികൾ നമ്മൾ പൂർണ്ണമായി അവിടെ സ്ഥാപിക്കാൻ കഴിയും. അതുപോലെ ടൂറിസം മേഖല വൈപ്പിൻ മണ്ഡലത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. കടലും കായലും ഉള്ള വളരെ മനോഹരമായ ഒരു ഭൂമികയാണ്. അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് വൈപ്പിനിലെ ബീച്ച് കോറിഡോർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നടപ്പാക്കിയ പദ്ധതി. ഗ്രാമീണ ടൂറിസത്തിൻ്റെ മേഖലയിൽ കടമക്കുടിയെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഉയർത്തുന്നതിൽ ഞാൻ വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കടമക്കുടി കാഴ്ചകൾ എന്ന പേരിൽ DTPCയുടെ സഹായത്തോടുകൂടി വിവിധ പരിപാടികൾ നടത്തുകയുണ്ടായി. ഇപ്പോൾ KSRTCയുടെ ബജറ്റ് ടൂറിസം വൈപ്പിൻകരയിൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ പുൽപ്പള്ളിയിൽ കടലോരത്ത് നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടപ്പാക്കുകയുണ്ടായി. പിന്നെ വാട്ടർ സ്പോർട്സിന് സാധ്യതകളുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ മുനമ്പത്ത് മേഷ് മനോഹർ എന്ന് പറയുന്ന വ്യക്തിയുമായി അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന സ്ഥാപനവുമായി ചേർന്ന് അത്തരം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കയാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടമക്കുടിയിലും മറ്റും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ വാട്ടർ സ്പോർട്സിന് അനന്തമായ സാധ്യതകളുള്ളതും ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതയുള്ള ഇടങ്ങളാണ് നമ്മുടെ ഇടക്കൊച്ചിയും അതുപോലെ തന്നെ കുമ്പളവും മരടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വളന്തകാടൊക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ അവിടെയുള്ള ടൂറിസ്റ്റ് സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗിക്കാനും വളരെ മനോഹരമായ അത്തരം ഭൂപ്രദേശങ്ങളെ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും ഒരു പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആംബുലൻസ്, വാട്ടർ ആംബുലൻസ് നമ്മുടെ ജനങ്ങൾക്ക് ദ്വീപസമൂഹത്തിലുള്ള ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് റോഡിനെ ആശ്രയിക്കാതെ തന്നെ നഗരത്തിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ ഉള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാമുള്ള ഹരിത ആംബുലൻസ്, ബോട്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയും. അതെല്ലാം ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഓരുവെള്ളം കയറുന്ന ഭീഷണി, അതിൻ്റെ ഭാഗമായി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന ധാരാളം കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ലെങ്കിലും അതിന് ഇന്നിപ്പോൾ പരിഹാരം കാണാൻ നമുക്ക് കഴിയും. ഞാനാണ് കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഓരുവെള്ള ഭീഷണി വന്നപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ എടക്കൊച്ചി, അതുപോലെ പനമ്പള്ളി നഗർ, പറവൂർ, വൈപ്പിൻ്റെ വിവിധ മേഖലകളിലെല്ലാം ഈ ഓരുവെള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരികയുണ്ടായി. ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ വന്നു. അപ്പം അന്ന് ഞാൻ നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ബഹുമാന്യനായ എറണാകുളം ജില്ലയിലെ മന്ത്രി ശ്രീ P. രാജീവ് ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ യോഗത്തിലുണ്ടായ ധാരണയനുസരിച്ച് ഇവരെ എല്ലാം സഹായിക്കണമെന്നുള്ള ആവശ്യങ്ങൾ വന്നു. അത് അംഗീകരിച്ചു. അതിനെ തുടർന്ന് വൈപ്പിനിൽ തന്നെ 1450 അപേക്ഷകരുണ്ട്. ആ അപേക്ഷകർക്ക് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചു. അവർക്ക് ഉടൻ തന്നെ ആ പണം ഇപ്പോൾ ലഭ്യമാകും. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, കടൽ വെള്ളക്കയറ്റവും ഓരുവെള്ളക്കയറ്റവും സാധാരണഗതിയിൽ ഒരു ദുരന്തമായി ഇതുവരെ കണക്കാക്കിയിരുന്നില്ല. അതൊരു സവിശേഷ ദുരന്തമായി കണക്കാക്കാൻ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനിടയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിലേക്ക്
വൈപ്പിൻ മണ്ഡലവും അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടാൻ കഴിയുന്ന വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിനാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഇടപെടൽ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ഉള്ള സാമ്പത്തിക സഹായം മാത്രമല്ല, ഈ ഒരുവെള്ള ഭീഷണിയെ, വേലിയേറ്റത്തിൻ്റെ പ്രശ്നത്തെ തടഞ്ഞു നിർത്തുന്നതിന് സംരക്ഷണ ഭിത്തികൾ കെട്ടിക്കൊണ്ടും കയർ ഭൂവസ്ത്രം കൊണ്ട് ഇതിനെ തടഞ്ഞും ബണ്ടുകൾ ബലപ്പെടുത്തിയും സ്ലൂസുകൾ പുതുതായി നീരൊഴുക്കിനെ സഹായിക്കത്തക്ക തരത്തിൽ സൃഷ്ടിച്ചും നമുക്കിതിനെ തടയാനായിട്ട് കഴിയും. ഇതിനാവശ്യമായിട്ടുള്ള ഒരുപാട് ഫണ്ട് കണ്ടെത്താൻ കഴിയും. ഇൻ്റർനാഷണൽ ഫണ്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഡിസാസ്റ്റർ ഫണ്ടുണ്ട്, നമ്മുടെ കേരള സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടങ്ങൾക്കും ഉൾപ്പെടെ ഡിസാസ്റ്റർ ഫണ്ട് ഉപയോഗിക്കാനുള്ള ധാരാളം സാധ്യതകൾ. അപ്പോൾ ഭാവിയിൽ വേലിയേറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ വേലിയേറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് തടയാനായിട്ട് കഴിയും. കുമ്പളം പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട്. ആ കുമ്പളം പഞ്ചായത്തിനെ പൂർണ്ണമായും വലയം ചെയ്തുകൊണ്ട് ഈ വേലിയേറ്റ പ്രശ്നത്തെ നമുക്ക് തടയാൻ കഴിയത്തക്ക തരത്തിൽ ഒരു റിംഗ് ബണ്ട് റോഡ്, കുമ്പളത്തിൻ്റെ വികസനത്തിന് നന്നായി സഹായിക്കാൻ കഴിയുന്ന ഒരു റിംഗ് ബണ്ട് റോഡ് അവിടെ സൃഷ്ടിക്കുമെന്ന് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യുമെന്നൊരു ഉറപ്പും ഞാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല മാതൃകകളും നമുക്കവിടെ നൽകാൻ കഴിയും. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ നമ്മുടെ താലൂക്ക് ആശുപത്രി വരെ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി തീർച്ചയായിട്ടും വികസിപ്പിക്കേണ്ടതാണ്. അതിന് CSR ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ വിനിയോഗിക്കും. പിന്നെ അവിടുത്തെ സ്വീവറേജിൻ്റെ പ്രശ്നങ്ങൾ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അതെല്ലാം പരിഹരിക്കുന്നതിന് വൈപ്പിനിൽ നടത്തിയിട്ടുള്ള തീവ്ര യജ്ഞ പരിപാടികൾ പോലെ തന്നെ അവിടെ പ്രാധാന്യം നൽകി തൃപ്പൂണിത്തുറയിലും അത് നമുക്ക് പകർത്താൻ കഴിയും. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ടുകൊണ്ടാണല്ലോ മഹാത്മജി അവരെ ഹരിജനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്, ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യാനന്തരം ഇത്രയും നാളുകൾ പിന്നിട്ടിട്ടു അംബേദ്കറെ പോലുള്ള മഹാത്മാർ അവരുടെ മോചനം ആഗ്രഹിച്ചിട്ടും എൻ്റെ വൈപ്പിൻ മണ്ഡലത്തിലെ മഹതിയായിരുന്ന ദാക്ഷായണി വേലായുധൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ അസംബ്ലിയിലെ വനിതാ രത്നങ്ങൾ അവരെല്ലാം ജീവിതം മുഴുവനും ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ ആളുകളാണ്. പക്ഷെ ഇന്നും അവരുടെ സ്ഥിതി പരിതാപകരമാണ്. ഇന്ത്യയിലെ ആകെ എടുത്താൽ വളരെ മോശമാണ്. കേരളത്തിൽ മാത്രമാണ് അവരുടെ ജനസംഖ്യയുടെ അനുപാതത്തേക്കാൾ കൂടുതൽ തുക നമ്മുടെ അവരുടെ വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കേന്ദ്ര സർക്കാർ പോലും ജനസംഖ്യാനുപാതികമായിട്ടല്ല പണം വിനിയോഗിക്കുന്നത്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി ഉയർത്തിക്കൊണ്ടിരുന്നതിൽ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അത് നടന്നിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപയുടെ അംബേദ്കർ പദ്ധതിയുണ്ട്. ഞാൻ 4-5 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, ഉന്നതികളിൽ ഈ 1 കോടി രൂപയുടെ പദ്ധതി ഞാൻ വൈപ്പിനിൽ നടപ്പാക്കിയതാണ്. തീർച്ചയായും തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും 25 കുടുംബങ്ങളിൽ മേലെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഈ അംബേദ്കർ നഗർ പദ്ധതി നമുക്ക് നടപ്പാക്കാൻ കഴിയും. അതുപോലെ ബഹുമാന്യനായ മന്ത്രി ശ്രീ കേളു അദ്ദേഹം അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് ഐശ്വര്യഗ്രാമം പദ്ധതി. അത് 25 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ്. അത് റോഡുകൾ നിർമ്മിക്കാൻ, സോളാർ ലാമ്പുകൾ ഘടിപ്പിക്കാൻ, ആ പ്രദേശത്ത് അവരുടെ ആരാധനാലയങ്ങളുണ്ടെങ്കിൽ അത് പുതുക്കിപ്പണിയാൻ, അവരുടെ മാലിന്യ സംസ്കരണത്തിനുള്ള ബയോഗ്യാസ് പ്ലാന്റ്, അതുപോലെ വ്യക്തിഗതമായ ആനുകൂല്യം എന്ന നിലയിൽ അവരുടെ വീടുകൾക്ക് കേടുപാട് തീർക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പദ്ധതികളെല്ലാം സമഗ്രമായി അവിടെ നമ്മൾ നടപ്പാക്കും, തീർച്ചയായിട്ടും നടപ്പാക്കും. പിന്നെ പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി വാങ്ങാനായിട്ടുള്ള പദ്ധതിയുണ്ട്. അവർക്ക് വീട് പ്രത്യേകമായി നൽകാനായിട്ടുള്ള പദ്ധതിയുണ്ട്. നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയല്ല, അല്ലാതെ തന്നെയുള്ള പദ്ധതികളുണ്ട്. അവരുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. അതൊന്നും അവിടെ പ്രയോജനപ്പെട്ടിട്ടില്ല. ഈ 5 കൊല്ലക്കാലത്തിനിടയിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം ആ മേഖലകളിൽ നമ്മൾ കരുതലോടുകൂടി ചെയ്യും. കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ പഠനമുറികൾ, കാലപ്പഴക്കം മൂലം നമുക്ക് താമസയോഗ്യമല്ലാതായി വരുന്ന വീടുകൾ, ആ വീടുകളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേഫ് എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. കുട്ടികളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 25 ലക്ഷം രൂപ നൽകിക്കൊണ്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വയം സംരംഭങ്ങൾ തുടങ്ങാനും അതിനാവശ്യമായ പരിശീലനങ്ങൾ നൽകാനും എല്ലാം കഴിയത്തക്ക തരത്തിലുള്ള ഇടപെടലുകൾ തീർച്ചയായും ഈ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തെ മുൻനിർത്തി നമുക്ക് ചെയ്യാൻ കഴിയും. മറ്റൊന്ന് മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളാണ്. പ്രത്യേകിച്ച് എടക്കൊച്ചി, കുമ്പളം,
ഈ വളന്തകാട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർ നേരിടുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പണ്ട് രാജവാഴ്ചക്കാലത്താണ് അവർക്ക് ഊന്നിവലകളും അതുപോലെ തന്നെ കമ്പവലകൾക്കുമെല്ലാമുള്ള അനുവാദം നൽകിയിരുന്നു. അതിനവർ കരമടച്ചു പോന്നിരുന്നു. പിന്നീട് അതിൽ ചില ലൈസൻസിങ് സമ്പ്രദായമെല്ലാം വന്നതിനെ തുടർന്ന് ചില ആശങ്കകൾ ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ തന്നെ മുൻകൈയെടുത്ത് എടക്കൊച്ചിയിലുള്ള ജ്ഞാനോദയ സഭക്കാരും ധീവരസഭയുടെ പ്രതിനിധികളുമെല്ലാം എന്നെ സമീപിക്കുകയും കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ഞാൻ അതിൽ നന്നായി ഇടപെടുകയും മന്ത്രി സജി ചെറിയാൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മത്സ്യബന്ധന മേഖലകളുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പ്രധാനമായും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു കരുതൽ ഉണ്ടാകും. പിന്നെ അവർ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് മത്സ്യബന്ധനത്തിന് തടസ്സം വരുന്ന എക്കലടിയുന്ന പ്രശ്നമാണ്. അത് ഒരു സമഗ്രമായ പദ്ധതി കൊണ്ടുവരും. നമ്മുടെ വേമ്പനാട് കായലിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. എക്കലടിയുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള ഡ്രഡ്ജിങ് നമുക്ക് ആവശ്യമാണ്. അത്തരത്തിലുള്ള നടപടികളും നമുക്ക് സ്വീകരിച്ച് അവരെ സഹായിക്കാൻ പറ്റും. മറ്റൊന്ന്, ഈ മത്സ്യവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന മത്സ്യവിഭവങ്ങൾ, ആ മത്സ്യവിഭവങ്ങളെല്ലാം നല്ല രുചിയേറിയ വിഭവങ്ങളല്ലേ. അപ്പോൾ അത് നല്ല വാല്യൂ ആഡഡ് പ്രൊഡക്ട്സായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കാനും ആളുകളുടെ വരുമാനത്തിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഉള്ള പ്രവർത്തനങ്ങൾ അവിടെ സംഘടിപ്പിക്കും. പിന്നെ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ആയിട്ടുള്ള നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളും മുതിർന്ന ആളുകളുമുണ്ട്. വയോജനങ്ങൾ, കേരളത്തിലെ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പുതിയ നിയമം വന്നു, വയോജന കമ്മീഷൻ നിലവിലുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചെല്ലാമുള്ള നല്ല ബോധവൽക്കരണവും വയോജനങ്ങൾക്ക് സീനിയർ സിറ്റിസൺസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമ വിനോദ കേന്ദ്രങ്ങളും അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നല്ല കരുതലോടുകൂടി വയോജനങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ ഇടപെടണം എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെ കൊണ്ടുവന്ന പദ്ധതിയാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇന്ന് 45 ലക്ഷത്തോളം വരുന്ന അമ്മമാരും സഹോദരിമാരും അതിനകത്ത് അംഗങ്ങളാണ്. ഞാൻ വൈപ്പിങ്കരയിൽ കുടുംബശ്രീ പ്രസ്ഥാനവുമായി വളരെയേറെ അടുത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കുടുംബശ്രീയുടെ തന്നെ ലിങ്കേജ് വായ്പകളും അതുപോലെ വിവിധ പദ്ധതികളുണ്ട്. കുടുംബശ്രീ കൈവെക്കാത്ത മേഖലകളില്ല. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ വനിതാ വികസന കോർപ്പറേഷനും പിന്നോക്ക വികസന കോർപ്പറേഷനുമെല്ലാം കോടിക്കണക്കിന് രൂപയാണ് വിവിധ പദ്ധതികൾക്കെല്ലാം വായ്പയായി കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വേണ്ടി തൃപ്പൂണിത്തുറയിൽ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി പ്രത്യേകമായി നമ്മൾ അവിടെ ഒരുക്കുന്നതായിരിക്കും. അതുപോലെ യുവജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി നല്ല കായികമായിട്ടുള്ള വളർച്ച സൃഷ്ടിക്കാനും ഒരു ജനകീയ കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള മൈതാനങ്ങളും ആധുനികമായ കളിസ്ഥലങ്ങളെല്ലാം തീർച്ചയായിട്ടും അവിടെ കൊണ്ടുവരും. അതെല്ലാം ഞാൻ 4 പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളാണ് കോടിക്കണക്കിന് രൂപ മുടക്കി വൈപ്പിനിൽ നമ്മൾ നടപ്പാക്കിയത്. അപ്പോൾ ഈ പ്രവർത്തനാനുഭവങ്ങളെല്ലാം തീർച്ചയായും തൃപ്പൂണിത്തുറയിലും നമുക്ക് തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. വൈപ്പിനിൽ നടപ്പാക്കിയ എല്ലാ വികസന മാതൃകകളും ആ നിലയിൽ നമുക്ക് അവിടെ പകർത്താൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, അന്തരീക്ഷത്തിലെ താപനില വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തടയുന്നതിന് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക തരത്തിൽ കണ്ടൽക്കാടുകൾ ഉള്ള പ്രദേശം തന്നെയാണ്. പുതുതായി കണ്ടൽക്കാടുകൾ സൃഷ്ടിക്കേണ്ട സ്ഥലങ്ങളിൽ അത് സൃഷ്ടിക്കും. അത് കൂടുതൽ ഓക്സിജൻ പ്രദാനം ചെയ്യാനും കുഞ്ഞുങ്ങളുടെ പ്രജനന കേന്ദ്രമായും മത്സ്യസമ്പത്തിനെ വർദ്ധിപ്പിക്കാനെല്ലാം അത് സഹായിക്കും. ആ നിലയിൽ മത്സ്യത്തൊഴിലാളികൾക്കും അത് സഹായകരമായിരിക്കും. സാമൂഹ്യമായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ളൊരു ഇടപെടലാണ്. ആ കാര്യങ്ങളിലെല്ലാം സർക്കാരിൻ്റെ നമ്മുടെ വകുപ്പുകളുണ്ട്. ഹരിത കേരളം പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജൈവ വൈവിധ്യ ബോർഡുണ്ട്. അതിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് പുറമെ മറ്റ് സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ മേഖലകളിൽ നമുക്ക് ഇടപെടാൻ കഴിയും. അങ്ങനെ നമുക്ക് വൈപ്പിൻ്റെ ഒരു മാതൃക അവിടെ പകർത്താൻ പലതുകൊണ്ടും കഴിയും. ആ നിലയിൽ തൃപ്പൂണിത്തുറ മണ്ഡലം വികസനം കാത്തിരിക്കുന്ന തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ധാരാളം വികസന കാഴ്ചകൾ അവതരിപ്പിക്കാൻ കഴിയും
എന്നിലൂടെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊരു അവസരം തൃപ്പൂണിത്തുറ വോട്ടർമാരായിട്ടുള്ള സമ്മതിദായകർ എനിക്ക് നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് ആഗ്രഹിക്കുന്നത്.